എമ്പുരാൻ മുതൽ മുടക്കെത്ര? ലൈക്ക എങ്ങനെ നിർമ്മാണ പങ്കാളിയായി? മറുപടിയുമായി ആന്റണി പെരുമ്പാവൂർ. എമ്പുരാൻ സിനിമയുടെ മുടക്കുമുതൽ എത്രയാണെന്ന് വെളിപ്പെടുത്താൻ കഴിയില്ലെന്ന് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. ചെലവായ തുക എത്രയാണെന്ന് വെളിപ്പെടുത്തിയാൽ അത് ആരും വിശ്വസിക്കാൻ പോകുന്നില്ലെന്നും അത് തങ്ങളിൽ മാത്രം ഒതുങ്ങട്ടെയെന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. ആശീർവാദ് സിനിമാസിന്റെ 25ാം വാർഷിക വേളയിൽ എമ്പുരാൻ പോലെയൊരു സിനിമയുടെ ടീസർ ലോഞ്ച് ചെയ്യാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമാണ്. ആ ഭാഗ്യം തനിക്ക് തന്നത് മോഹൻലാൽ എന്ന വലിയ നടനാണ്. മോഹൻലാലിനെ പറ്റി താൻ പറയാൻ തുടങ്ങിയാൽ കുഴഞ്ഞു പോകും എന്നും നന്ദി മാത്രമേ പറയാനുള്ളൂ എന്നും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. തന്റെ 25 വർഷത്തെ യാത്രയെപ്പറ്റി പറഞ്ഞപ്പോൾ വികാരഭരിതനായ ആന്റണി മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയ്ക്കും എമ്പുരാന്റെ സംവിധായകനായ പൃഥ്വിരാജിനും ഭാര്യ സുപ്രിയക്കും സ്വന്തം ഭാര്യ ശാന്തിക്കും വേദിയിൽ അണിനിരന്ന മറ്റ് സിനിമാ പ്രവർത്തകർക്കും നന്ദി അർപ്പിച്ചാണ് വാക്കുകൾ അവസാനിപ്പിച്ചത്. ആശീർവാദ് സിനിമാസിന് 25 വർഷം തികയുന്ന ദിവസമാണ് ഇന്ന്. 25 വർഷങ്ങൾക്ക് മുൻപ് ചേച്ചി പറഞ്ഞതുപോലെ ഒരു ജനുവരി 25-നാണ് ഒരു അത്ഭുതം നടന്നത്. മോഹൻലാൽ സാറും ആശീർവാദും ഒന്നായി ഒരു കുടുംബമായി. ആ കുടുംബത്തിൽ നിന്നാണ് ഇന്ന് ഈ 25 വർഷം ആഘോഷിക്കുമ്പോൾ എമ്പുരാൻ എന്ന സിനിമയെ കുറിച്ച് സംസാരിക്കാനും ഒരു ലോഞ്ച് സംഘടിപ്പിക്കാനും സാധിച്ചത്. ഇതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. നരസിംഹം എന്ന സിനിമ എടുക്കുമ്പോൾ എന്റെ മനസ്സിൽ മോഹൻലാൽ സാറിന്റെ ഒരു ആരാധകനുണ്ടായിരുന്നു. അത് ഇപ്പോഴുമുണ്ട്. ആ ആരാധകനെ സ്വന്തം ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുകയില്ലാത്ത പലതും ചെയ്യാൻ സാധിച്ചു. ഷാജിയേട്ടൻ നമ്മളെ കൊതിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ലാൽ സാറിനെ കൊണ്ട് ചെയ്യിച്ച് നമ്മളെ കൊതിപ്പിച്ച് പ്രേക്ഷകരെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നരസിംഹം ഉണ്ടായി. അതൊരു അത്ഭുതമായി മാറി. ഇന്നും ആ അത്ഭുതം നിലനിൽക്കുമ്പോൾ അതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. മോഹൻലാൽ സാറുമായി യാത്ര ചെയ്യുമ്പോൾ കുറച്ച് സിനിമകൾ ചെയ്തു എന്ന് പറയുന്നതിനപ്പുറത്ത് നമുക്ക് ഏത് തലത്തിലോട്ട് പോകാൻ പറ്റുമെന്നിങ്ങനെ എപ്പോഴും ചിന്തിക്കുമായിരുന്നു. അങ്ങനെയുള്ള യാത്രകളിലാണ് നരൻ പോലെയുള്ള സിനിമകൾ ഉണ്ടായത്. പക്ഷേ ലൂസിഫറിലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി വലുതായി. എനിക്ക് രാജുവുമായി സിനിമ ചെയ്യാൻ ഇഷ്ടമാണ്. രാജുവിനെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് രാജുവിനെയും ഭയങ്കര ഇഷ്ടം തന്നെയാണ്. കുറെ ചെലവൊക്കെ കൂട്ടുന്ന ആളാണ്. പറയുന്ന കാര്യമൊക്കെ ചെയ്യിപ്പിക്കുന്ന ആളാണ്. പക്ഷെ ലൂസിഫർ എന്ന സിനിമ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ സിനിമ എടുക്കാൻ വേണ്ടി അണ്ണ എനിക്ക് വേറെ ഒന്നും വേണ്ട, സിനിമയ്ക്ക് മാത്രം മതി, സ്വന്തമായിട്ട് ഒന്നും വേണ്ട എന്നാണ് പറഞ്ഞത്. പക്ഷേ സിനിമയ്ക്ക് വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങൾ ചിരിച്ചു നിന്ന് ചെയ്തു കൊടുക്കണം. എപ്പോഴും സന്തോഷത്തോടെ കൂടെ നിൽക്കണം. ഞാൻ സിനിമ നിർമ്മിക്കുന്ന സമയത്ത് രാജുവിന്റെ അടുത്ത് പറയും, അണ്ണൻ മുൻപേ പൊക്കോ, ഞാൻ പുറകെ നിന്നോളാം. പക്ഷേ ആ പുറകെ നിൽപ്പ് നിന്ന് ലൂസിഫർ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി വേറൊരു തലത്തിലെത്തി. പക്ഷേ ദൈവം കൂടെ നിന്നു. ഞാൻ ഇടയ്ക്ക് മുരളിച്ചേട്ടന്റെ അടുത്ത് ചോദിക്കും, അണ്ണൻ എന്താ ഈ എഴുതി വെച്ചിരിക്കുന്നത്, ഏത് രാജ്യത്തോട്ടാ പോകുന്നേ എന്ന്. പക്ഷേ രാജുവിന്റെ അടുത്ത് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇടയ്ക്ക് രാജു പറയും, അണ്ണ എന്നെ നോക്കിക്കോട്ടോ എന്ന്. അങ്ങനെ മാത്രമേ പറയാറുള്ളൂ. സുപ്രിയയെ കുറിച്ച് ഒരു വാക്ക് പറയാനുണ്ട്. സുപ്രിയ ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും, ആന്റണി 2 വർഷമായിട്ട് എനിക്ക് രാജുവിനെ കാണാൻ കിട്ടുന്നില്ല. എല്ലാ സമയത്തും നിങ്ങളുടെ സിനിമ എന്ന് പറഞ്ഞാണ് പോകുന്നത് കേട്ടോ. അപ്പോ ഞാൻ പറയും, ഇത് ഞങ്ങൾ ഒന്നിച്ച് എവിടെയെങ്കിലുമൊക്കെ എത്തും. ആ കൂട്ടത്തിൽ ഞങ്ങളുടെ കൂടെ കട്ടക്ക് പിടിച്ചങ്ങ് പോരെ എന്ന്. അങ്ങനെ എല്ലാവരും നന്നായി സപ്പോർട്ട് ചെയ്ത് മലയാള സിനിമ എന്നുള്ളതിൽ നിന്ന് മാറി ഇന്ത്യൻ സിനിമ എന്ന നിലയിൽ സിനിമയുടെ നെറുകയിലെത്താൻ പാകത്തിനുള്ള ഒരു സിനിമ ചെയ്യണമെന്ന ആഗ്രഹമാണ് എമ്പുരാൻ. അത് സംഭവിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രാജുവിന് അത് കഴിയും. പ്രത്യേകിച്ചും അതിൽ മോഹൻലാൽ സാർ ഉണ്ടാകുന്നു എന്ന് പറയുന്നതാണ് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കാര്യം. അതിന്റെ കൂടെ എന്റെ എല്ലാ ശ്വാസവും വെച്ച് ഞാൻ രാജുവിന്റെ കൂടെ ഉണ്ടാകും. ഇത്രയും വലിയൊരു സ്വപ്നം കണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ രാജുവിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ഈ സമയത്ത് ഓർക്കുകയാണ്. ഇതൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തീർന്ന ഒരു സിനിമയല്ല. സിനിമയ്ക്ക് എന്ത് ചെലവായി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. കാരണം കള്ളം പറയുന്നതാണെന്ന് പറയും. അത് കാരണം അത് ഞാൻ ആരോടും പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. അത്രയും വലിയൊരു സിനിമയുടെ യാത്രയ്ക്ക് ഏറ്റവും പിന്തുണയായി കൂടെ നിൽക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസിന് നന്ദി. ലൈക്കയെ പറ്റി എന്നോട് ആദ്യം പറഞ്ഞത് രാജു തന്നെയാണ്. ലൈക്ക പ്രൊഡക്ഷന് ഇങ്ങനെയൊരു ഡിസ്കഷൻ ഉണ്ട്, ഒന്ന് സംസാരിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ലൈക്ക ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 പ്രൊഡക്ഷൻ ഹൗസ് ആണ്. ആ കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. സുഭാസ്കർ സാറിനോട് എന്റെ അതിയായ സ്നേഹം അറിയിക്കുന്നു. ലാൽ സാറിനെ കുറിച്ച് ഞാൻ എന്താ പറയുക എന്ന് അറിയില്ല. കാരണം ലാൽ സാറിനെ കുറിച്ച് ഞാൻ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമായി പോകും. സിനിമയിലെത്തി 25 വർഷം തികഞ്ഞ ഈ വേളയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്നെ നിർത്തിയതാണ്. അത് മോഹൻലാൽ സാറാണ്. നന്ദി സാർ. സുചിത്ര ചേച്ചിയോടും നന്ദി അറിയിക്കുന്നു. എന്റെ ഭാര്യ ശാന്തിക്കും ഒരു നന്ദി പറയാനുണ്ട്. കാരണം കഴിഞ്ഞ 25 വർഷത്തെ യാത്രയിൽ നെഗറ്റീവ് ഒന്നും പറയാൻ സമ്മതിക്കാതെ പോസിറ്റീവ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ശാന്തി. വലിയ സന്തോഷം ശാന്തി. ഇവിടെ ഒരുപാട് ഡയറക്ടേഴ്സും ആർട്ടിസ്റ്റുകളും വന്നിട്ടുണ്ട്. അവരെല്ലാവരുമായിട്ടും എനിക്ക് 25 വർഷത്തിൽ കൂടുതൽ ബന്ധമുണ്ട്. എല്ലാവരോടും എന്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. ആന്റണിയുടെ വാക്കുകൾ.